മോഹൻലാൽ എന്നെ ഇഷ്ടമല്ല എന്ന് വിചാരിക്കുക. ഞാൻ എങ്ങനെ വന്നിട്ട് ഈ തലയുടെ കൂടെ നിൽക്കുന്ന മുള്ളൻ ചന്ദ്രപ്പനാവും? അപ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സിനിമയിൽ നിങ്ങൾ കാണുന്ന തമാശകളോ അതല്ലെങ്കിൽ ഇപ്പോൾ ചോട്ടാ മുംബൈ മാത്രമല്ല മറ്റു പല സിനിമകളിലും ഞങ്ങളവിടെ സെറ്റിൽ ആസ്വദിക്കുന്നതിൻ്റെ ഒരു 4-1 സിനിമയിൽ വരുന്നത്. അതിനേക്കാളും വലിയ സന്തോഷം ഞങ്ങൾ അതിനകത്ത് അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ്, എല്ലാവരും തമ്മിലൊരു നല്ല ഹാർമണി ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു നല്ല റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ഒരു സൗഹൃദം ഇല്ലാതെ അങ്ങനെ അഭിനയിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ഞങ്ങളൊരിക്കലും എല്ലാവരും കൂടെ ഞങ്ങൾ കൂടി. അപ്പോൾ സിനിമയിൽ ഉള്ള എല്ലാ സൂപ്പർ ഹീറോസാണ് എൻ്റെ കൂടെ ഉള്ളത്. മമ്മൂക്കുണ്ട്, ലാലുണ്ട്, ദിലീപുണ്ട്, ജയസൂര്യയുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ അന്ന് മമ്മൂക്ക പറഞ്ഞാണ്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇവൻ മാത്രമേ ഉള്ളൂ ഹീറോ അല്ലാത്തത്. അതെനിക്ക് കിട്ടിയ പ്ലസ് ആണ്. എന്ന് വെച്ചാൽ ഞാൻ എല്ലാവരുടെയും കൂടെ അഭിനയിക്കുന്നുണ്ട്. ഇവരൊക്കെ തമ്മിൽ വല്ലപ്പോഴേ കാണുള്ളൂ. ഇവരൊന്നിച്ച് അഭിനയിക്കാത്തതുകൊണ്ട് അധികം ഓരോരുത്തർ അവരവരുടെ സിനിമകളല്ലേ ചെയ്യുന്നത്. അപ്പോൾ എനിക്കങ്ങനെ എല്ലായിടത്തും ചെന്ന് അഭിനയിക്കാനും എല്ലാവരുടെ കൂടെ അഭിനയിക്കാനും പറ്റുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. അതിപ്പോൾ മമ്മൂക്ക ആണെങ്കിലും ലാലാണെങ്കിലും ഈവൻ ദുൽഖർ സൽമാനാണെങ്കിലും പ്രണവിൻ്റെ കൂടെ ആണെങ്കിലും മോഹൻലാൽ ഇല്ലാത്ത റാപ്പോ എനിക്കുണ്ട് പ്രണവിൻ്റെ കൂടെ. അപ്പോൾ അത്രയും അടുത്ത് അഭിനയിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ്. എല്ലാവരോടും സ്നേഹബന്ധം ഉണ്ടാവുക എന്ന് പറയുന്നത്. ഇപ്പോൾ ബാക്കി 3 പേരാണ്. ഇപ്പോൾ ലാൽ സാർ എപ്പോഴും ഈ പറഞ്ഞ പോലെ ചില ഡയറക്ടേഴ്സ് പറയുന്നുണ്ട്, അതായത് മണി സാർ പറഞ്ഞിട്ടുണ്ട്, ലാലിനോട് ഞാൻ ഈ പ്രോസസ്സിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാനൊരു ഗോൾ കീപ്പറെ പോലെയാണ്, നീ എങ്ങോട്ട് അടിച്ചാലും ഞാൻ അങ്ങോട്ട് ചാടുന്ന ഒരാൾ. ഇപ്പോൾ ഇരുവരിലൊക്കെ നമ്മൾ ഒരുപാട് സീക്വൻസ് ഉണ്ട്. അതായത് ആർട്ടിസ്റ്റിനെ അവർ റിജക്ട് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ വിഷമം വരിക എന്നുള്ളത് ലാലേട്ടൻ്റെ മുഖത്തിലൂടെ നമ്മൾ കാണുന്നത് ഇരുവരിൽ. ഇപ്പൊ ഈ ലാലേട്ടൻ്റെ ഈ ഓൺ സ്ക്രീൻ മാജിക് നടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടല്ലോ, ഈ ദൃശ്യത്തിന്റെ സമയത്ത് ഈ ഡാമിന്റെ സൈഡിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ കാക്ക പിടിച്ച കൊക്കാവുന്ന അങ്ങനത്തെ കോമഡി ഒക്കെ. അപ്പൊ ഈ ആ മാജിക് എങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടോ ലാൽ സാർ? അതൊന്നും പറഞ്ഞു തരില്ല. അങ്ങനെ അതൊക്കെ അങ്ങ് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഈ കാക്ക വിളിച്ച കൊക്കാവോ എന്ന് ചോദിക്കുന്നതിൻ്റെ ഇടയിൽ പോയിട്ട് ഞാൻ ഈ സീനിൽ ഞാൻ ഇങ്ങനെ ചെയ്യട്ടെ എന്നോ അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിക്കുക. ഇപ്പോഴാണ് ഇതൊക്കെ പറയുന്നത്, നമുക്ക് വേറെ എന്തെങ്കിലും പറയാൻ. അതൊന്നും അങ്ങനെ താല്പര്യമായിട്ട് കാണിക്കുകയില്ല. ആ സമയത്ത് അങ്ങ് ചെയ്യും. ആ സമയത്ത് വരുന്നതല്ല. അതല്ലാതെ തന്നെ നരനിലൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ചില സമയത്ത് ലാൽ ഇങ്ങനെ ബിഹേവ് ചെയ്യണ കാണുമ്പോൾ ഞാൻ നേരത്തെ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ലാൽ അങ്ങനെ ചെയ്യുന്ന ഇല്ല, എനിക്ക് അപ്പം തോന്നിയപ്പോൾ അങ്ങോട്ട് സ്പോണ്ടേനിയസ് ആണ്, വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യുന്നതാണെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അതിന് പ്രിപ്പറേഷൻ ചെയ്യാറില്ല എന്ന് പുള്ളി പറയുക മാത്രമല്ല, പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ ആരോട്ട് കണ്ടിട്ടുമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഡയലോഗ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ആരും സംസാരിക്കില്ല, ഞാൻ പഠിക്കില്ല, അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് വായിക്കുന്നതാണ്, നോക്കുന്നതാണ്, പിന്നെ വന്നങ്ങ് പെർഫോം ചെയ്യലാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ സീസൺഡ് ആയിക്കഴിഞ്ഞ ഒരു സീസൺഡ് ആക്ടർക്കാണ് അങ്ങനെയൊക്കെ പറ്റുള്ളൂ. എനിക്കൊന്നും അത്ര പറ്റില്ല. നമ്മളൊരു ഡയലോഗ് പറയാൻ പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാളുടെ മൊബൈൽ ഫോൺ അടിച്ചാൽ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ തോന്നും, എന്നെ കുറച്ച് ഡിസ്ട്രാക്റ്റഡ് ആക്കണം തോന്നും. വേറെ ഒന്നുമല്ല, ഒരു ഭയമാണ്. കാരണം ഇനി അത് എനിക്ക് വരുമോ, എനിക്കത് ആ സമയത്ത് ചെയ്തില്ലെങ്കിൽ പിന്നെ ഇത് നാളെ വീട്ടിൽ വന്നിരുന്ന് ചെയ്തിട്ട് കാര്യമില്ല, അപ്പം ചെയ്യണമല്ലോ. അപ്പോൾ അത് ഏറ്റവും നന്നാവുമെന്ന് പേടിച്ചിട്ടാണ് ഈ ചെയ്യണത്. ലാൽ പറയുന്നത് അങ്ങനെയല്ല, അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യം, അതൊക്കെ നന്നായിക്കോളും, നമ്മൾ അതിനകത്ത് കോൺഫിഡൻ്റ് ആണെങ്കിൽ അതൊക്കെ നന്നായിട്ട് വരും എന്ന് പറയുന്ന ആ ഒരു മനോഭാവം ഉണ്ടാകുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. എനിക്ക് അത്ര അതില്ല, അദ്ദേഹത്തിന് അത് ഒരുപാടുണ്ട്. ഈ പറഞ്ഞ പോലെ സീന് തൊട്ട് മുമ്പ് സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് അല്ലെ, തൊട്ട് മിക്കവാറും ഞാൻ ക്യാമറയുടെ പുറകെ ഞാൻ അധികം അങ്ങോട്ട് പോകാം. അവിടെ റെഡി ആയിട്ട് നിൽക്കുമ്പോൾ ഇവരെ തമ്മിലാ കമ്മ്യൂണിക്കേഷൻ. ഞാൻ ലൈറ്റപ്പിന്റെ സമയത്ത് ഞങ്ങളിരുന്ന് ഇങ്ങനെ കുറെ ജോക്സ് ഒക്കെ അടിക്കും, അത്രയേ ഉള്ളൂ. അല്ല, ഡിപ്പെൻസ് അപ്പോൾ ഞാനിപ്പോൾ പ്രിയദർശനാണെങ്കിൽ ഞാൻ അതിന് മുമ്പ് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ പുള്ളിക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വന്ന് പറയും. ഓരോരുത്തരും ഓരോ തരത്തിലല്ലേ. ഇത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ഒരാളാണ്. സിനിമ ആ മേക്കിംഗ് സമയത്ത് ഞാൻ അങ്ങനെ സീരിയസ് ആയിട്ടുള്ള ഒരാളല്ല. ഇപ്പം മഞ്ചത്തും സാറായാലും ഒക്കെ ഞാൻ പോയിട്ട് തമാശകൾ പറയും. അപ്പം അദ്ദേഹത്തിന് അതൊരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അദ്ദേഹം എന്നിലേക്ക് അല്ല, ചില സമയത്ത് വന്നിട്ട് ലാലിനോട് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട്, റെഡിയാണ്, അത് ജിത്തുവിൻ്റെ വിചാരം ലാൽ റെഡിയല്ല എന്നാണ് ജിത്തു വിചാരിച്ചേക്കുന്നത്. അപ്പോൾ ലാൽ ചോദിക്കും, അതിനെന്താ, ഞാൻ അതിനേക്കാൾ മുമ്പ് റെഡിയാണ്. അത് ലാൽ നിൽക്കണേ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇതൊന്നും പ്രിപ്പയർ ആയിട്ട് നിൽക്കുക അല്ലാന്ന് തോന്നും. പക്ഷേ ലാൽ റെഡിയാണ്. ജിത്തു വന്നാൽ അങ്ങനെയാണ് പറയാ, ലാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ നിൽക്കണമെന്ന് വിചാരിച്ചു, ലാലേട്ടാ ഞങ്ങൾ റെഡിയാണ്, ആയിക്കോട്ടെ ഞാനും റെഡിയാണ്.